റിയാദിലെ കൗമാരപ്രായക്കാരെ പങ്കെടുപ്പിച്ച് സ്റ്റുഡൻസ് ഇന്ത്യ സംഘടിപ്പിച്ച ഏകദിന ക്യാമ്പ് ഫഹല 2014 പരിപാടികളുടെ വൈവിധ്യം കൊണ്ടും വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ദുറ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിൽ 160 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വൈജ്ഞാനിക പരിപാടികൾക്ക് പുറമെ വിനോദം, കായികം, മീഡിയ, ഫിലിം പ്രദർശനം തുടങ്ങിയ വിവിധ സെഷനുകളിലാണ് ക്യാമ്പ് നടന്നത്. വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും വേറിട്ട് നടത്തിയ ക്യാമ്പിന് സ്റ്റുഡൻസ് ഇന്ത്യ റിസോഴ്സ് ടീം നേതൃത്വം നൽകി. വെർച്വൽ ആൻഡ് സോഷ്യൽ മീഡിയ എന്ന വിഷയത്തിൽ ഷക്ര സർവകലാശാല പ്രൊഫസർ ഡോക്ടർ കെ മുഹമ്മദ് നജീബ് വിദ്യാർത്ഥികളുമായി സംവദിച്ചു. ജീവിതം, വിദ്യ, ത്യാഗം എന്ന തലക്കെട്ടിൽ നടന്ന സെഷന് പി അബ്ദുൽ ലത്തീഫ് നേതൃത്വം നൽകി. റൗദ മേഖലയിലെ സ്റ്റുഡൻസ് ഇന്ത്യ പ്രവർത്തകർ നിർമ്മിച്ച ദ ടൈം ലൈൻ എന്ന ടെലിഫിലിമിന്റെ പ്രകാശനവും പ്രദർശനവും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു. 6 ഗ്രൂപ്പുകളായി തിരിച്ച് വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ ഫ്രീ ഗസ, ഗ്രീൻ ലാൻഡൻ എന്നീ ടീമുകൾ വിജയിച്ചു. തനിമ റിയാദ് സോൺ ആക്ടിംഗ് പ്രസിഡന്റ് CT നിസാർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്റ്റുഡൻസ് ഇന്ത്യ കോർഡിനേറ്റർ ജമീൽ മുസ്തഫ, വനിതാ കോർഡിനേറ്റർ സുബൈദ മർസൂഖ്, ഹിഷാം അബൂബക്കർ, റനീസ്, തൊയ്ബ അജ്മൽ, ലുബന ഖാലിദ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. മീഡിയ 1 റിയാദ്. മസ്കത്തിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് മസ്കത്ത് കൊഡക് സംഘടിപ്പിക്കുന്ന ക്യൂസ് മത്സരത്തിന്റെ ഫൈനൽ ഈ മാസം 25-ന് നടക്കും. നഗരത്തിലെ 8 സ്കൂളുകൾ മാറ്റൊരുക്കുന്ന മത്സരം കാണാൻ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്യൂസ് ഇറ്റ്സ് എന്ന പേരിൽ തുടർച്ചയായി 2ാം വർഷമാണ് മസ്കത്ത് കൊഡക്സ് ക്യൂസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മസ്കത്ത് നഗരത്തിലെ വിവിധ ഇന്ത്യൻ സ്കൂളുകൾക്ക് പുറമെ പാകിസ്ഥാനി, ബംഗ്ലാദേശ്, ശ്രീലങ്കൻ സ്കൂളുകളും മത്സരത്തിൽ പങ്കെടുക്കും. ഓരോ സ്കൂളിലും പ്രാഥമിക തല മത്സരം നടത്തി കണ്ടെത്തിയ ടീമുകളാണ് ഫൈനലിൽ സ്കൂളുകളെ പ്രതിനിധീകരിക്കുക. ക്വിസ് മത്സരത്തോടൊപ്പം കാഴ്ചക്കാർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന വിനോദ പരിപാടികൾ പോലെയാണ് മത്സരം ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. All the quizzes that we do are based on themes, but the rounds are based on the themes, but the questions are entirely general based questions. ഈ മാസം 25-ന് രാത്രി 7-ന് റൂവി അൽഫലജ് ഹോട്ടലിലാണ് മത്സരം. ക്വിസ് മാസ്റ്റർ ഹല ജമാൽ, ഫയാസ് ഫാസിൽ, മിഥുൻ തോമസ്, മിഥുൻ മുകുന്ദ്, അനുഷ് അയ്യർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 മസ്കത്ത്. നന്മയും നേരും വിതറുന്ന പുതുമയാർന്ന ദൃശ്യവിസ്മയത്തിന് ഖത്തറിൽ മീഡിയ 1 വേദിയൊരുക്കുന്നു. മീഡിയ 1 ചാനലിന്റെ മെഗാ ഇവന്റ് നവംബർ 27-ന് വെസ്റ്റേൺ പാർക്ക് ആംപി തിയേറ്ററിൽ നടക്കും. സിനിമ, ടെലിവിഷൻ താരങ്ങളടക്കം 50ഓളം താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടി ഖത്തറിലെ സ്റ്റേജ് പ്രോഗ്രാമുകളുടെ ചരിത്രത്തിൽ പുതുമയേറിയതായിരിക്കുമെന്ന് മീഡിയ 1 ഖത്തർ അറിയിച്ചു. പ്രശസ്ത സംഗീത സംവിധായകൻ ഷിബു ചക്രവർത്തിയാണ് പരിപാടി സംവിധാനം ചെയ്യുന്നത്. അറബ് കലാലോകത്തു നിന്നുള്ള നൃത്ത സംഗീത പ്രതിഭകളും പരിപാടിക്ക് മാറ്റുകൂട്ടും. 12 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ദുബായ് വേൾഡ് ഹോസ്പിറ്റാലിറ്റി ചാമ്പ്യൻഷിപ്പിന് ഈ മാസം 30-ന് തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു. മികച്ച ആതിഥേയരെ തിരഞ്ഞെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 2500-ലധികം പേരാണ് ഇത്തവണ മത്സരാർത്ഥികളായി പങ്കെടുക്കുന്നത്. അറബ് പാരമ്പര്യത്തിന്റെ തനിമ പുതിയ തലമുറക്കും പകർന്നു നൽകുന്നത് ലക്ഷ്യമിട്ടാണ് ദുബായ് വേൾഡ് ഹോസ്പിറ്റാലിറ്റി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു വരുന്നത്. ചാമ്പ്യൻഷിപ്പിന്റെ 2ാം പതിപ്പിൽ ഇത്തവണ 12 രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. 6 ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ലെബനോൺ, സിറിയ, ജോർദാൻ, ടുണീഷ്യ, മൊറോക്കോ, അൾജീരിയ എന്നീ രാജ്യങ്ങളിലെ മത്സരാർത്ഥികളും മേളയിലെത്തും. 3385 അപേക്ഷകരിൽ നിന്നും 2588 പേരാണ് മത്സരങ്ങൾക്ക് യോഗ്യത നേടിയത്. പ്രധാനമായും 5 വിഭാഗങ്ങളിലായിരിക്കും മത്സരം. എമിറാത്തി, ഇന്റർനാഷണൽ, ഗൾഫ് എക്സിബിഷൻ, ഗൾഫ് പ്രൊഡക്ട്സ് എന്നിവയെ കൂടാതെ ഫോട്ടോഗ്രാഫി മത്സരവും അരങ്ങേറും. അറബ് മേഖലയുടെ ആതിഥേയ മര്യാദകൾ ലോകത്തിന് പകരുകയാണ് മേളയിലൂടെയെന്ന് ദുബായ് വേൾഡ് ഹോസ്പിറ്റാലിറ്റി ചാമ്പ്യൻഷിപ്പ് പ്രസിഡന്റ് അഹമ്മദ് ബിൻ ഹരേബ് പറഞ്ഞു. Last year it was international. This year we keep it among the Arabic country plus the Gulf country. ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ നിർദ്ദേശപ്രകാരമാണ് മേള സംഘടിപ്പിക്കുന്നത്. അറബ് വിഭവങ്ങളും കരകൗശല വസ്തുക്കളും പാചകമേളകളുമെല്ലാം പ്രദർശിപ്പിക്കുന്ന മേള ഒക്ടോബർ 30 മുതൽ നവംബർ 1 വരെ ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് നടക്കുക. മീഡിയ 1 ദുബായ്. സമാധാന പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ കുടിയേറ്റ പദ്ധതി വ്യാപിപ്പിക്കുന്നു. ഫലസ്തീൻ അതിർത്തിയോട് ചേർന്ന അധിനിവേശ ജെറുസലേമിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ ഇസ്രായേൽ കുടിയേറ്റക്കാർ പ്രവേശിച്ചു. സമാധാന പ്രക്രിയയ്ക്ക് കുടിയേറ്റ വ്യാപനം പ്രതിബന്ധമാകുമെന്നാണ് വിലയിരുത്തൽ. അധിനിവേശ ജെറൂസലേമിലെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് തിങ്കളാഴ്ച ഇസ്രായേൽ കുടിയേറ്റക്കാർ കടന്നതോടെയാണ് ആഴ്ചകളായി നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷത്തിന് മേൽ കരിനിഴൽ വീണത്. തിങ്കളാഴ്ച പുലർച്ചയ്ക്ക് മുമ്പേ സുരക്ഷാ സൈനികരുടെ അകമ്പടിയോടെ ജെറൂസലേമിൽ പ്രവേശിച്ച കുടിയേറ്റക്കാർ 9ഓളം അപ്പാർട്ട്മെന്റുകളും നിരവധി വീടുകളും കയ്യേറി. ഇസ്രായേൽ നടപടി സമാധാന പ്രക്രിയയുടെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കയുളവാക്കുന്നതാണെന്ന് ഇസ്രായേലിലെ പീസ് നൗ ഡയറക്ടർ യാരി ഓപ്പൻഹീമർ വ്യക്തമാക്കി. ദ്വിരാഷ്ട്ര പരിഹാരം എന്ന സമാധാന ഫോർമുലയ്ക്ക് തുരങ്കം വെക്കാനുള്ള സർക്കാർ സ്പോൺസേഡ് നടപടിയാണ് കുടിയേറ്റ വ്യാപനമെന്നും അദ്ദേഹം ആരോപിച്ചു.
With the support of the Israeli government, the settler movement are investing a lot of money and efforts in order to change the situation in East Jerusalem and to annex the East Jerusalem neighborhoods into Jerusalem. ഇസ്രായേൽ കുടിയേറ്റ സംഘടനകൾക്ക് കാലങ്ങളായി കണ്ണുള്ള പ്രദേശമാണ് സിൽവാൻ. ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ ഫലസ്തീന്റെ ഭാഗമായി വരുന്ന ഈ പ്രദേശമടക്കം ജെറൂസലേമിന്റെ ഒരു ഭാഗവും ഫലസ്തീന് വിട്ടുകൊടുക്കില്ലെന്നും പൂർണ്ണമായും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നുമാണ് ഇസ്രായേൽ കാലങ്ങളായി വാദിച്ചു പോരുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. സിറിയയിലെ കുർദ് സേനയ്ക്ക് ശക്തി പകരാൻ അതിർത്തി തുറന്നുകൊടുക്കാമെന്ന് തുർക്കി സമ്മതിച്ചു. ഇതോടെ ഇറാഖിലെ കുർദുകൾക്ക് സിറിയയിലെ കുർദുകളെ സഹായിക്കാനാകും. നേരത്തെ ഐഎസിനെതിരെ പോരാടുന്ന കുർദ് സേനയ്ക്ക് അമേരിക്ക മരുന്നും ആയുധങ്ങളും നൽകിയിരുന്നു. കൊബാനു വേണ്ടി പോരാടുന്ന കുർദ് സംഘടനയാണ് ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി. ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിക്ക് യുദ്ധസഹായത്തിനായി തുർക്കി അതിർത്തി തുറന്നുകൊടുക്കണമെന്ന് നേരത്തെ വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തുർക്കി ഇക്കാര്യം അംഗീകരിച്ചിരുന്നില്ല. ആയുധ കൈമാറ്റത്തിന് അതിർത്തി തുറന്നുകൊടുക്കാൻ തുർക്കി സർക്കാരിനോട് ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയും ആവശ്യപ്പെട്ടിരുന്നു. തെക്കുകിഴക്കൻ തുർക്കിയിൽ സ്വയംഭരണം ലഭിക്കാൻ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി 30 വർഷത്തോളം കലാപം നടത്തിയിരുന്നു. കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടിക്ക് സമാനമായ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയുമെന്നായിരുന്നു തുർക്കിയുടെ വാദം. എന്നാൽ നിലവിൽ നിലപാടിൽ നിന്ന് പിന്മാറാനാണ് തുർക്കിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം ഐഎസിനെതിരെ പോരാടുന്ന കുർദ് സൈനികർക്ക് അമേരിക്ക മരുന്നും ആയുധങ്ങളും എത്തിച്ചിരുന്നു. 135ഓളം ആക്രമണങ്ങളും അമേരിക്ക ഐഎസിനെതിരെ നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ഇറാഖിൽ ഷിയ വിഭാഗക്കാർക്ക് നേരെ നടന്ന ബോംബാക്രമണത്തിൽ 33 പേർ കൊല്ലപ്പെട്ടു. ബാഗ്ദാദിലും കർബലയിലുമാണ് ഇന്ന് ബോംബാക്രമണമുണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ആണെന്നാണ് സൂചനകൾ. ബാഗ്ദാദിലെ പള്ളിയിൽ നിന്ന് മധ്യാഹ്ന നമസ്കാരം കഴിഞ്ഞ് മടങ്ങുന്നവർക്ക് നേരെയാണ് ചാവേർ ആക്രമണമുണ്ടായത്. 17 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 28 പേർക്ക് പരിക്കേറ്റു. വിശുദ്ധ നഗരമായ കർബലയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ 16 പേർ കൊല്ലപ്പെടുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടന വസ്തുക്കൾ നിറച്ച കാറുകൾ വ്യാവസായിക മേഖലകളിൽ പാർക്ക് ചെയ്തിരിക്കുകയായിരുന്നു. മരണസംഖ്യ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ലെങ്കിലും IS ആണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് സൂചനയുണ്ട്. 2011 അമേരിക്കൻ സൈനികർ ഇറാഖിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷമുള്ള ഏറ്റവും ഭീകരമായ ആക്രമണമാണ് ഇപ്പോൾ ഇറാഖിൽ നടക്കുന്നത്. ISന്റെ ആക്രമണം അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് ആക്രമണമെന്നാണ് കരുതുന്നത്. IS ഇറാഖിൽ അഴിച്ചുവിടുന്ന കലാപങ്ങൾക്കെതിരെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പ്രതിഷേധം രൂക്ഷമാണ്. ആഗസ്റ്റ് മുതൽ അമേരിക്ക ISനെതിരെ വ്യോമാക്രമണം നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ എബോള മുക്തമായതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. കഴിഞ്ഞ 6 ആഴ്ചയിൽ നൈജീരിയയിൽ ഒറ്റ എബോള രോഗബാധയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഗംഭീര വിജയമെന്നാണ് നൈജീരിയയെ എബോള മുക്ത രാജ്യമായി പ്രഖ്യാപിക്കവേ ലോകാരോഗ്യ സംഘടനാ പ്രതിനിധി റൂയി ഗാമാവസ് പറഞ്ഞത്. ആഫ്രിക്ക മുഴുവനായി എബോളയിൽ നിന്ന് മുക്തമാകുമ്പോഴേ ഈ യുദ്ധം പൂർണ്ണമായും ജയിക്കൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. This is a spectacular success story that shows to the world that Ebola can be contained. But we must be clear that we only won a battle. The war will only end when West Africa is also declared free of Ebola. സെപ്റ്റംബർ 8-നാണ് അവസാനമായി നൈജീരിയയിൽ എബോള റിപ്പോർട്ട് ചെയ്തത്. ഇതുവരെ 20 കേസുകളാണ് നൈജീരിയയിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 8 പേർ മരിച്ചു. ആദ്യത്തെ രോഗബാധ സ്ഥിരീകരിച്ചപ്പോൾ തന്നെ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചിരുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള മുക്തമായി പ്രഖ്യാപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നൈജീരിയ. കഴിഞ്ഞയാഴ്ച സെനഗലിനെ എബോള മുക്തമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരുന്നു. ഇതുവരെ 4500-ലധികം ആളുകളാണ് പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള ബാധിച്ച് മരിച്ചത്. ഗിനിയ, ലൈബീരിയ, സിയറ ലിയോണ എന്നീ രാജ്യങ്ങളിലാണ് എബോള ബാധിതർ കൂടുതൽ. ന്യൂസ് ഡെസ്ക് മീഡിയ 1. ന്യൂസ് ആൻഡ് മിഡിൽ ഈസ്റ്റ് പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭരാത്രി.